ഇത് ആദ്യമായിട്ടായിരിക്കും തുണിക്കടയിൽ ഇതൊരു വാർത്താവതരണം അല്ലേ? ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമിലാണ് അരുണ്. പിന്നെ ഓണത്തിന്റെ ഫസ്റ്റ് ടൈം തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു മെസ്സേജ് കൂടിയാണ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. ഓണവിപണി സജീവമാവുന്നതോടു കൂടിയാണ് ഇവരൊക്കെ വിപണി സജീവമാവുന്നത് അല്ലേ? ഓണക്കോടി എടുക്കാൻ ആൾക്കാർ ഇതുവരെ വന്നില്ലല്ലോ. ഇല്ല, ഇനി അങ്ങോട്ട് വരും. ഇനി അങ്ങോട്ട് നമ്മൾ സാധനം ഇറക്കും ചെയ്യും ഓണക്കോടി. ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ ആത്മവിശ്വാസത്തിന്റെ ആഹ്ലാദത്തിൽ നമുക്ക് നിഷ ഉമേഷിന്റെ ഒരു പാട്ട്. നിഷ ഒരു കലാകാരിയാണ്. നിഷ എത്ര കാലമായി പാട്ട് പാടുന്നു? 10-15 വർഷമായി. പ്രൊഫഷണൽ ട്രൂപ്പിലാണോ? അതെ. ഏത് ട്രൂപ്പിൽ അപ്പോൾ പാടുന്നത്? പ്രത്യേക ഒരു ട്രൂപ്പിലല്ല, ഫ്രീലാൻസ് ആയിട്ട് വിളിക്കുന്നതിലൊക്കെ പോകും. എനിക്കറിയാം ഓണം സമയത്ത് ഒരുപാട് കിട്ടും അല്ലേ? സാധാരണ കിട്ടണതാണ്, പ്രാവശ്യമില്ല. ഇതാ മാറി തുടങ്ങി. ഇപ്പം മിനിസ്റ്റർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, റെസിഡൻസ് അസോസിയേഷനും ക്ലബ്ബുകളും ഒക്കെ ഓണം പരിപാടി നടത്തും. ടൂറിസത്തിന്റെ സ്ഥലം അതിനുവേണ്ടി വിട്ടുകൊടുക്കാമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എവിടെ വീട് നിങ്ങൾ? ഇതാണ് ഉമേഷ്. ഇതാണ് ജിഷ ഉമേഷ് അല്ലേ? ഉമേഷ് എന്ത് ചെയ്യുന്നു? ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, ആണല്ലേ? ഷെയർ മാർക്കറ്റ്. ആണല്ലേ? ഓക്കെ. കച്ചവടമൊക്കെ ലാഭത്തിൽ പോകുന്നുണ്ടോ? അത് പിന്നെ നമുക്ക് ബാധിക്കില്ല, ഓണം ഒന്നും ബാധിക്കില്ലല്ലോ. അഭിനയം ഇതൊക്കെ ഉണ്ട്, ആർട്ടിസ്റ്റാണ്. ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ട്. ഷോർട്ട് ഫിലിം ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ജിഷയുടെ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഓണം വന്നു എന്നറിയിക്കാൻ വേണ്ടി മിഠായി തെരുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ചെറിയ കടയാണെങ്കിലും അത്ര ചെറിയ കടയല്ല കേട്ടോ, ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇതിനകത്ത്. ഇൻകം ടാക്സുകാർ വരും. അപ്പോൾ പ്രേക്ഷകർ പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂം അല്ലേ, അകത്ത് കയറിയാൽ വിശാലമാണ്. അപ്പോൾ പ്രേക്ഷകർ ഇതുപോലുള്ള ചെറിയ കച്ചവടക്കാരുടെ കടയിലൊക്കെ പോയി തവണ നിങ്ങൾ കച്ചവടം ചെയ്യുക. നിങ്ങൾ അവരുടെയൊക്കെ കൂടി ജീവിതത്തിനൊരു കൈത്താങ്ങായി മാറുക. അപ്പോൾ നമുക്കൊരു പാട്ടായാലോ ജിഷ? ശരി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഓണത്തിന്റെ അല്ലേ, അത് നമ്മൾ ഈ കടയിൽ വെച്ച് അണിഞ്ഞൊരുക്കം ഉദ്ഘാടനം ചെയ്തു. അപ്പം മൊത്തത്തിൽ ആ ഓണത്തിന്റെ തീർച്ചയായിട്ടും പരസ്പരം ഓണാശംസകൾ പകർന്നു എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കടയിലേക്ക് കൂടി മൂവ് ചെയ്യാം. ഒരുപാട് പേർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. ആ കടകളിലേക്കൊക്കെ നമുക്ക് കയറണം. നമുക്ക് 11 മണിക്ക് മുമ്പ് പല കടകളിലൂടെയുള്ള നമ്മുടെ സന്ദർശനം പൂർത്തിയാക്കി വേണം. താങ്ക് യു ജിഷ, ഗംഭീരമായ പാട്ട്. താങ്ക് യു ഉമേഷ്. കൂടുതൽ അവസരങ്ങൾ തേടി വരട്ടെ. താങ്ക് യു. അപ്പോൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ല, നമുക്ക് അടുത്ത വരവിൽ വാങ്ങാം. ഓക്കെ. അപ്പോൾ ധാരാളം ആളുകൾക്ക് ഇങ്ങനെ ഈ ചെറുകിട കച്ചവടക്കാരുടെ അടുത്തേക്കൊക്കെ പോയി ഓണം ആഘോഷിക്കാൻ കിട്ടുന്ന അവസരമാണ്. ഇതാ മാനവും കൂടി ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ടായി, അപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഈ മിഠായി തെരുവ് ഉണർന്നു തുടങ്ങി അല്ലേ? നമസ്കാരം. അടുത്ത കടയിലേക്ക് കൂടി വന്നു. നമസ്കാരം. എന്താ പേര്? ഷെരീഫ. കച്ചവടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇങ്ങനെ ഇനിയിപ്പോ ഓണം അങ്ങോട്ട് വരാൻ പോകും. അറിഞ്ഞില്ലേ, ഓണം ഉണ്ട് ഇക്കുറി. ഓണം ഉണ്ട് പറഞ്ഞത്, പക്ഷെ വേണം എന്നാലേ കച്ചവടത്തിനൊക്കെ പറഞ്ഞു. ഓണം ഉണ്ട് ഇത്തവണ. അപ്പം ഇനി പരിപാടികളൊക്കെ വരും, ആൾക്കാരൊക്കെ വരും. സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പൊ നമ്മളിപ്പോ ഇത് ഈ കടയുടെ പേര് അസ്മാസ്. ഇവിടെ എന്താ ഉള്ളത് സാധനങ്ങൾ? ഇവിടെ ഫുൾ ലേഡീസ് ആണ്. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങണ്ടല്ലോ. അല്ല, ലേഡീസ് ആണ്. ഫുൾ ലേഡീസിന്റെ സാധനങ്ങളാണുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ മിഠായി തെരുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു കലാകാരിയുടെ പ്രകടനം കൂടി ആവാം, കലാകാരന്റെ പ്രകടനം കൂടി നമുക്ക് ഇവിടെ വെച്ചാവാം. അതിന് മുൻപ് നമുക്കിപ്പോൾ നഷൻ ഡിയാഗോയിലേക്ക് പോയി വരാം. ഞങ്ങളൊന്ന് പോയിട്ട് തിരിച്ചു വരാം.